അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്? മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ പ്രവാചകന്റെ പേര് എത്ര പ്രാവശ്യം ഖുർആനിലുണ്ട്? നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. പ്രവാചകന്മാരുടെ നമ്മളെന്താ ചിന്തിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആനിൽ പ്രവാചകൻ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ടാവണം? അല്ലെ, ഒരുപാട് തവണ പ്രവാചകന്റെ പേരും പ്രവാചകനെ കുറിച്ചും ഖുർആനിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് സാധാരണ നമ്മളൊക്കെ ധരിക്കാറുള്ളത്. എന്നാൽ എത്ര തവണയാണ് പ്രവാചകന്റെ പേര് അതിലുള്ളത്? ഇപ്പൊ മറ്റു പ്രവാചകന്മാരെടുത്താല് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച ചരിത്രം മൂസാ നബിയുടെ ചരിത്രമാണ്. അതുപോലെ തന്നെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ച പേരും മൂസാ നബിയുടെ പേര് തന്നെയാണ്. ഏകദേശം നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, എത്ര 136 തവണ പ്രവാചകന്റെ പേര് ഖുർആനിൽ ആരുടെ? മൂസാ നബിയുടെ പേര് ഖുർആനിലുണ്ട്. അത്രയും തവണ അദ്ദേഹത്തിന്റെ ചരിത്രത്തെയും പരാമർശിക്കുന്നുണ്ട് ഖുർആനിലുടനീളം. അൽബക്കറ ഫാത്തിഹ കഴിഞ്ഞ അൽബക്കറ തുടങ്ങുന്നത് മൂസാ നബിയുടെ ചരിത്രമാണ്. അപ്പൊ അതങ്ങനെ വന്നിട്ട് മൂസാ നബിയുടെ ചരിത്രമാണ് ഉടനീളം ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഈസാ നബിയുടെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസാ നബിയുടെ പേരുകൾ പരാമർശിച്ചിട്ടുള്ളത് ഏകദേശം 25 തവണ ഈസ എന്ന പേര് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ മസീഹ് എന്ന പേര് കൂടി ഖുർആനിൽ ഈസാ നബിക്ക് അല്ലാഹു പറയുന്നുണ്ട്, പേര് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ 36 തവണ. അതേപോലെ തന്നെ ഹൂദ് നബിന്റെ 7 തവണ. ഇതേപോലെ ഓരോ പ്രവാചകന്മാരുടെയും പരാമർശിച്ച പേരുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 10, 20, 30, 40 ഇങ്ങനൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ മൂസാ നബിയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര തവണ? അത് പൊതുവെയുള്ളൊരു ഇതല്ലേ, നമുക്കതൊന്ന് നോക്കാം. എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് ആ ആയത്തുകൾ എന്നത് മാത്രമാണ് പരിശോധിക്കുന്നത്. മുഹമ്മദ് എന്നും അഹമ്മദ് എന്നും ഈ 2 പേരുകൾ മാത്രമേ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിട്ടുള്ളൂ. പിന്നെ പ്രവാചകനെ ഇത്ര വ്യക്തമായിട്ട് പേരെടുത്തിട്ട് വേറെ എവിടെയും പരാമർശിച്ചിട്ടില്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്തായിരിക്കും അള്ളാഹു ഇങ്ങനെ പ്രവാചകന്റെ പേര് വളരെ കുറച്ച് മാത്രം പരാമർശിച്ചത് എന്ന്. ചില പണ്ഡിതന്മാരൊക്കെ അതിന് മറുപടി പറയാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ തനിക്കിറക്കപ്പെട്ട ഗ്രന്ഥം പ്രവാചകൻ ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ പേര് ഖുർആനിൽ തുടക്കം മുതൽ അവസാനം വരെ കുറെ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്കൊക്കെ എന്തുണ്ടാവാ, ഒരു ഇല്ലോജിക്കായിട്ട് തോന്നാം. എന്തെങ്കിലും ഇതില് മുഹമ്മദ് തന്റെ സ്വന്തം ബ്രാൻഡ് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഉണ്ടാക്കിയെടുക്കാനോ തന്നെ പൊക്കി പറയാനും പുകഴ്ത്തി പറയാനും ശ്രമിക്കുന്നു എന്ന ഒരു തോന്നൽ, അങ്ങനെ ഒരു സംശയം ഇല്ലാതിരിക്കാനും കൂടിയായിരിക്കാം തന്ത്രപൂർവ്വം അല്ലാഹു പ്രവാചകന്റെ പേര് വെറും 4 അല്ലെങ്കിൽ 5 സ്ഥലത്ത് മാത്രം പറഞ്ഞത്. ഏതൊക്കെയാണ്? 4 സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്നും ഒറ്റ സ്ഥലത്ത് മാത്രം അഹമ്മദ് എന്നുമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ പേര് പറഞ്ഞെടുത്തെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് സ്ഥാപിക്കാനും അതുപോലെ തന്നെ പ്രവാചകൻ ഹക്കാണെന്ന് സ്ഥാപിക്കുവാനും, അതുപോലെ തന്നെ അഹമ്മദ് എന്ന് പരാമർശിച്ച ഒരു സ്ഥലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യം പറയുമ്പോൾ ഈസാ നബിയുടെ വാക്കിലാണ് അഹമ്മദ് എന്നുള്ള പേര് കടന്നു വരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പിന്നെ മുഹമ്മദ് എന്ന 4 സ്ഥലങ്ങളും അഹമ്മദ് എന്ന് പിന്നെ ഒരു സ്ഥലത്തും പരാമർശിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആയത്ത് ഏതൊക്കെയാണ്, ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണ് എന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന്റെ പശ്ചാത്തലവും ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതൊന്ന് സൂറത്ത് ആലി ഇമ്രാനിലെ 144-ാമത്തെ ആയത്ത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ. വമാ മുഹമ്മദുൻ, മുഹമ്മദ് അല്ല, ഇല്ലാ റസൂലുൻ, ഒരു റസൂൽ അല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് മുർസലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ ഒരു റസൂൽ മാത്രമാണ്, അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്, അല്ലാതെ മറ്റാരുമല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പലരും ദൈവപുത്രനായിട്ടും അതുപോലെ തന്നെ ത്രിത്വത്തിൽ ഒന്നായിട്ടും ദൈവത്തിന്റെ മറ്റൊരു അംശമായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ആരും കാണാൻ നിൽക്കണ്ട. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂല് മാത്രമാണ്, അല്ലാതെ മറ്റാരുമല്ല എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു ആയത്താണിത്. രണ്ടാമത്തെ സൂറത്തുൽ അഹ്സാബിൽ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളില്ല, ആൺകുട്ടികളില്ല. ആൺകുട്ടികളുടെ പിതാവല്ല പ്രവാചകൻ. പ്രവാചകത്വത്തിന് പിന്തുടർച്ചാവകാശികളായ ആൺകുട്ടികളില്ല. ആൺകുട്ടികൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഒരു ന്യൂനതയല്ല. അത് അള്ളാഹുവിന്റെ തന്നെ തീരുമാനമാണ്, അത് അദ്ദേഹത്തിനുള്ള ഒരു മേന്മയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ആയത്താണത്. നമ്മള് പിന്നെ വേറൊരു ആയത്തിൽ പ്രവാചകനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, പിന്നെ ഏതാണത്, അബുത്തർ എന്ന് പ്രവാചകനെ വിളിക്കുന്നുണ്ട്. ഇന്നായത്തൈനാക്കൽ കൗസർ
സൂറത്തുൽ കൗസറിൽ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന് പറയുന്നുണ്ട്. പ്രവാചകനെ അബ്തർ എന്ന് പറഞ്ഞിട്ട് വാലില്ലാത്തവൻ, ആൺകുട്ടികളില്ല. പ്രവാചകനെ ഉണ്ടായിരുന്ന ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു. ഇബ്രാഹിം, ഖാസിം എന്ന് പറയുന്ന ആൺകുട്ടികൾ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് വളരെ ചെറുപ്പത്തിൽ, ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾ പ്രവാചകനെ കുറ്റപ്പെടുത്തി. പ്രവാചകൻ അബ്തറാണ്, വാലില്ലാത്തവനാണ്, പിന്തുടർച്ചാവകാശം ഇല്ലാത്ത ആളാണ്. അപ്പൊ അത് പ്രവാചകന്റെ ഒരു ന്യൂനതയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഉപയോഗിച്ചത്. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ ആൺകുട്ടികളുടെ, ആണുങ്ങളുടെ പിതാവല്ല പ്രവാചകൻ. വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ, പിന്നെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളുമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ആയത്ത്. 3 സൂറത്ത് മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട്. പക്ഷെ അതിൽ ഒറ്റ പ്രാവശ്യം മുഹമ്മദ് എന്നുള്ള പേരുള്ളൂ. ആ മുഹമ്മദ് എന്നുള്ള സൂറത്തില് 2ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് ഹക്കാണ്, അതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. 4ാമത്തെ സ്ഥലം മുഹമ്മദ് എന്ന് പരാമർശിച്ച 4ാമത്തെ സ്ഥലം സൂറത്തുൽ ഫത്ഹില്. സൂറത്തുൽ ഫത്ഹില് 29ാമത്തെ ആയത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. പ്രവാചകനും പ്രവാചകന്റെ അനുയായികളുടെയും സ്വഭാവവും പെരുമാറ്റവും അവരുടെ സംസ്കാരം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ, പ്രവാചകന്റെ കൂടെയുള്ള വിശ്വാസികൾ, അവർ സത്യനിഷേധികളുടെ മേൽ വളരെ കർശന നിലപാട് സ്വീകരിക്കുന്നവരാണ്. മാത്രമല്ല, അങ്ങനെ അവർ കർശന നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിലും റുഹമാഉ ബൈനഹും, പരസ്പരം വളരെയേറെ കരുണയും ആർദ്രതയും ദയയും ഉള്ളവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ആയത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പ്രവാചകനെ അഹമ്മദ് എന്ന് പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സ്ഥലമുണ്ട്. അത് ഈസാ നബിയുടെ വാക്കിൽ വന്ന ഒരു പേരാണ്. അത് പിന്നെ സൂറത്തു സഫില് 6ാമത്തെ ആയത്ത്. അതിലെന്താ പറയുന്നത്, വഇദ ഖാല ഈസ ഇബ്നു മർയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖാ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂൽ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. ഈസാ നബി പറയാണ് തന്റെ ജനതയോട് പറയാണ്, അള്ളാഹു പറയുന്നത് ഈസാ നബി തന്റെ ജനതയോട് പറഞ്ഞ ആ സന്ദർഭത്തെ കുറിച്ച് ഓർത്തു നോക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു. ഈസാ നബി പറഞ്ഞു, യാ ബനി ഇസ്രായേൽ, ഇസ്രായേലുകാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്ന അള്ളാഹുവിന്റെ റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ, എന്റെ മുന്നിൽ വന്ന പ്രവാചകന്മാർ പറഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി വന്ന ആൾ തന്നെയാണ്. പിന്നെ തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മൂസാ നബിക്ക് അള്ളാഹു തൗറാത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ സ്ഥാപിക്കും, സത്യമായി അംഗീകരിക്കും. അതുപോലെ തന്നെ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി, എന്റെ ശേഷം ഒരു റസൂൽ വരാൻ പോകുന്നുണ്ട് എന്ന സന്തോഷം അറിയിക്കാനും കൂടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈസാ നബിയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പ്രവാചകന് മുമ്പ് പ്രവാചകനെ കുറിച്ച് സുവിശേഷം അറിയിക്കാൻ വന്ന ഒരാളാണെന്നുള്ള നിലക്കാണ്. അപ്പോ എന്റെ ശേഷം ഒരു നബി വരാനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്നായിരിക്കും, എന്ന് വെച്ചാൽ മുഹമ്മദ് എന്നുള്ള വാക്കിന്റെ തന്നെ മറ്റൊരു രൂപമാണ് അഹ്മദ് എന്നത്. അപ്പോ രണ്ടിന്റെയും അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ, ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന ഒരാള് എന്ന അർത്ഥം തന്നെയാണ്. അപ്പൊ അഹമ്മദ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. അങ്ങനെ ഈ ഈസാ നബിയുടെ തന്നെ വാക്കുകളിൽ പറയാണ്, അല്ലെങ്കിൽ അള്ളാഹു പറയുകയാണ്, അവരൊക്കെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ അവരുടെ ജനതകളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞു, ഇതൊക്കെ സിഹറാണ്, ഇതൊക്കെ പിന്നെ മാരണമാണ്, ഇതൊക്കെ കണ്ണിൽ പൊടിയിടലാണ്, ഇതൊക്കെ മായയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രവാചകന്മാരെ പരിഹസിക്കുകയും അതുപോലെ തന്നെ അവഗണിക്കുകയും ചെയ്ത കഥ. ഇങ്ങനെ 5 സ്ഥലത്താണ് പ്രവാചകന്റെ പേര് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.